ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു ജോളി ഡേയ്സ്. അപ്പോൾ ഈ വീഡിയോയിൽ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ കാണിക്കണേ. അപ്പോൾ ഇതൊരു സാറ്റർഡേ ആണ്. യൂഷ്വലി ഞങ്ങളുടെ വീക്കെൻഡ്സ് പവർ പാക്ഡ് ആണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു വീക്കെൻഡ് എങ്ങനെയായിരിക്കും ഏകദേശം വരുന്നതെന്നുള്ളത് ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പർട്ടിക്കുലർ ഡേ ജോബിക്ക് രാവിലെ ഒരു മീറ്റിംഗ് ആയിട്ട് പുറത്ത് പോകേണ്ടതുണ്ടായിരുന്നു. അപ്പം ഞാനും വിക്കി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ജോബി വന്നു. പക്ഷേ എൻ്റെ മോർണിംഗ് റുട്ടീൻസ് ഇങ്ങനെയൊക്കെയാണ്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്ന വെൽക്കം ടു വിക്ടോറിയ ആൻഡ് മോം എന്നുള്ളത് ചിന്നും മിജോണും ഞാനും വിക്കിയും ഡെലിവറി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈം വീട്ടിൽ വന്നപ്പോൾ അവർ അങ്ങനെ ഹാങ് ചെയ്തതാണ്. എനിക്കത് എടുത്ത് മാറ്റാൻ വേണ്ടി തോന്നിയില്ല. ഇപ്പോഴും അത് അങ്ങനെ തന്നെയുണ്ട്. അത് ഇടയ്ക്ക് പറഞ്ഞൊക്കെ പോയി തുടങ്ങി. ബട്ട് തന്നെ നാട്ടിലത്തെ പോലെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ മുഖം കഴുകി പല്ല് തേക്കുന്ന ശീലം ഞങ്ങൾക്കില്ല. എനിക്കുമില്ല, ജോബിക്കുമില്ല. ഞങ്ങളുടെ ഫസ്റ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ് ബ്രഷ് ചെയ്യാറ്. പക്ഷേ ഞങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്തിട്ടാണ് കിടക്കുക. എനിക്ക് തോന്നുന്നു യൂറോപ്പിലെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരുടെയും ഒരു പാറ്റേൺ അങ്ങനെയാണ്. കാരണം രാത്രി നമ്മൾ കിടക്കുന്ന സമയത്തുള്ള നമ്മുടെ വായിലുള്ള മൈക്രോബ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ആക്ച്വലി ഗട്ട് ഹെൽത്തിന് നല്ലതെന്നാണ് പറയണേ. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഞങ്ങൾ പല്ല് തേച്ചിട്ട് ഭക്ഷണം കഴിക്കാത്ത മൈക്രോബ്സ് വഴി പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ രാത്രി കിടക്കുമ്പോൾ നമ്മുടെ വായിൽ മറ്റ് ഫുഡിൻ്റെ ഇതൊക്കെ പാർട്ടിക്കിൾസൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും ഡെഫിനറ്റായിട്ടും ബ്രഷ് ചെയ്തിട്ട് തന്നെയാണ് കിടക്കാൻ പാടുള്ളൂ. ഞാനീ കുടിക്കുന്നത് ഗ്ലൂട്ടാതയോൺ ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വൈറലായിട്ടുള്ളൊരു സംഭവമില്ലേ, അതാണ്. അത് കഴിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര വ്യത്യാസം എന്ന് പറയാനൊന്നുമില്ല. പക്ഷേ എന്തായാലും ഞാൻ കുറച്ചധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് തീരണ വരെ കുടിക്കും, അത്രേ ഉള്ളൂ. കൂടുതൽ ദിവസവും മോർണിംഗ് ഞങ്ങൾക്ക് ഓട്സ് അല്ലെങ്കിൽ ഗ്രനോള അങ്ങനെ എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതാവുമ്പോൾ എനിക്ക് ഓവർനൈറ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ ഇന്നത്തെ ദിവസം ഓട്സ് ഞാൻ ഉണ്ടാക്കിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പുമാവും മുട്ടക്കറിയും ഉണ്ടാക്കാനാണ് പ്ലാൻ. സാധാരണ റെസിപ്പിയാണ്, പ്രത്യേകിച്ച് എൻ്റെ സ്പെഷ്യൽ ട്രിക്കോ ടിപ്പോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു റെസിപ്പിയാണ്. മുട്ട പുഴുങ്ങുക, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം സോട്ട് ചെയ്യുക. എന്നിട്ട് ഉപ്പിട്ട് നന്നായിട്ട് കുക്കറിൽ ഇതാക്കിയിട്ട് 2 വിസിലേൽപ്പിക്കുക. എന്നിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് മുട്ട അങ്ങോട്ട് ആഡ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുക. എല്ലാം യൂഷ്വൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന വെരി സിമ്പിൾ ആൻഡ് പെട്ടെന്ന് എഫക്റ്റീവായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് എൻ്റെ. വേറൊരു കാര്യം, ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ സ്പൂൺ കണക്കിലല്ല പൊടികളിടാറ്. അതായത് ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അങ്ങനെ. ഞാൻ എപ്പോഴും കുപ്പിയിൽ നിന്ന് കുടഞ്ഞിടുകയാണ് ചെയ്യുന്നത്. അതായത് കൈക്കണക്കെന്ന് പറയും. എനിക്ക് കൈക്കണക്കാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ. പക്ഷേ അത് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് വരാറുണ്ട്. ഗുഡ് മോർണിംഗ്. വിക്കി ഭയങ്കര പ്ലസൻ്റ് ആയിട്ടാണ് മിക്ക ദിവസവും എഴുന്നേറ്റ് വരാറ്. അവരുടെ ഉറക്കം അത്യാവശ്യം എന്നിട്ടുണ്ടെങ്കിൽ അവൾ ഭയങ്കര ഹാപ്പി ആൻഡ് പ്ലസൻ്റ് ആയിട്ടാണ് എഴുന്നേറ്റ് വരിക. ഇതിപ്പോൾ ആക്ച്വലി അവരുടെ ഉറക്കം കംപ്ലീറ്റ് തീർന്നിട്ടല്ല, പക്ഷേ ഞാനവിടെ അടുത്തില്ലല്ലോ, അതാണ് എഴുന്നേറ്റത്. പക്ഷേ എന്നെ കണ്ടു കഴിഞ്ഞാൽ ആൾ ഹാപ്പിയാണ്. അവളെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നേരെ ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, കുറച്ച് കളിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ഇഷ്ടമാണ്. എണീറ്റ് വരുമ്പോൾ തന്നെ അവൾ ആ കണ്ണാടിയുടെ സൈഡിലേക്ക് നോക്കുകയും ചെയ്യും. ഞങ്ങളുടെ ഒരു റുട്ടീൻ ആ രീതിയിലാണ്. ഇത് വിക്കിയുടെ രാവിലത്തെ ഡയപ്പർ ചേഞ്ചിൻ്റെ ഇതാണ്. രാത്രിയും ഡയപ്പർ ചേഞ്ച് ചെയ്യും വിക്കിക്ക്. പക്ഷേ എന്നാലും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും രാത്രി അവൾ അധികം അങ്ങനെ വെറ്റാക്കിയിട്ടുണ്ടാവില്ല ഡയപ്പർ. പിന്നെ അവൾക്ക് വൈറ്റമിൻ ഡിയുടെ ഡ്രോപ്സ് കൊടുക്കുന്നുണ്ട്. അതിവിടെ 1 വയസ്സ് വരെ എല്ലാ കുട്ടികൾക്കും കൊടുക്കണം, കമ്പൽസറിയാണ്. അപ്പോൾ ഒരു ഡ്രോപ്പും ഇതാണ് അവൾക്ക് കൊടുക്കുന്നത്. അതിനുശേഷം പിന്നെ നേരെ അവളുടെ പ്ലേ മാറ്റിൽ കൊണ്ടുപോയി ഇരുത്തി. ലേറ്റർ ഓൺ ഞാനും അവിടെ ഇരുന്ന് കുറച്ച് നേരം അവളുടെ ഒപ്പം കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനവിടെ അന്നത്തെ ദിവസം നമുക്ക് ബൈ വീക്കിലി ഷോപ്പിങ്ങിൻ്റെ കൂടെ ദിവസമാണ്. അപ്പോൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ വിക്കിക്ക് പാൽ കൊടുക്കേണ്ട സമയമായി. വിക്കി ഇപ്പോൾ ഫോർമലിയാണ് കുടിക്കുന്നത്. എനിക്ക് അധികം പാലില്ലാത്തതുകൊണ്ട് എൻ്റെ പാല് ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക്കായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വിക്കിക്ക് നമ്മൾ കംപ്ലീറ്റ്ലി ഫോർമുല ഫീഡിങ് ആണ്.
പാലൊക്കെ കുടിച്ച് കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വിക്കി ഉറങ്ങി. ലേറ്റർ ഓൺ ഞാൻ ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് അടക്കി പറക്കി വെക്കുന്നതാണ്. കാരണം വീക്ക് ഡേയ്സ് ഞാനും ജോബിയും ഫുള്ളി ബിസി ആവും. എൻ്റെ വർക്കും ജോബിയുടെ വർക്കും പിന്നെ വിക്കിയും കൂടെ കൂടിയായിട്ട്. അപ്പം ഞങ്ങൾക്ക് യൂഷ്വലി വീട്ടിലെ കാര്യങ്ങൾ നോക്കാനുള്ള ടൈമൊന്നും വീക്ക് ഡേയ്സിൽ ഞങ്ങൾക്ക് തീരെ കിട്ടാറില്ല. ഇങ്ങനെ തട വെച്ചാലും വിക്കി എണീറ്റ് കഴിഞ്ഞിട്ട് ചില സമയത്ത് അവൾ കരയില്ല. അപ്പം നമ്മൾ അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആളുടെ തന്നെ ഒരു സെൽഫ് എക്സ്പ്ലോറിങ് ഒരു മൈൻഡുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ കട്ടിലും താഴെ വീണിട്ടുണ്ട്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ജോബി വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് ബാക്കി പരിപാടികളൊക്കെ ചെയ്തത്. തന്നെ കിടന്നുറങ്ങാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ആളാണ് വിക്കി. അവൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൾ എത്ര നേരം വേണമെങ്കിലും കിടന്നുറങ്ങും. ഈവൻ നൈറ്റ് ആണെങ്കിലും ഒരു പ്രശ്നമില്ല. പക്ഷേ കട്ടിലാരും ഇല്ല എങ്കിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റിയാണ്, പെട്ടെന്ന് എഴുന്നേക്കും. ജോബി വീട്ടിലുള്ള ദിവസങ്ങളിലെല്ലാം ജോബിയാണ് വിക്കിക്ക് കുറുക്ക് കൊടുക്കുന്നത്. എന്നേക്കാൾ നന്നായിട്ട് ജോബി അത് ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്ക് തമ്മിൽ ബോണ്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു നല്ല മൊമെൻറ്റും കൂടിയാണത്. അപ്പോൾ കുറുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ജോബിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ നേരെ റെഡിയാവാൻ വേണ്ടിയിട്ട് പോയി. എനിക്കങ്ങനെ പ്രത്യേകിച്ച് സ്കിൻ കെയർ റുട്ടീനൊന്നുമില്ല. ആക്ച്വലി പ്രഗ്നൻസിയുടെ സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എൻ്റെ സ്കിൻ മെച്ചപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബാക്ക് ഓൺ ആക്നെ ആൻഡ് ഓയിലി സ്കിൻ അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും നല്ലോണം ട്രൈ ചെയ്ത് എനിക്ക് എഫക്റ്റീവായിട്ടുള്ള സാധനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വിക്കിക്ക് വയറ് തീരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാലാണെങ്കിലും കുറുക്കാണെങ്കിലും അവൾ കഴിക്കുന്ന ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ്. പക്ഷേ വെരി ഓഫൺ നമുക്ക് അവളെ ഫീഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു 3 സ്പൂൺ കുറുക്ക് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ അവൾ പതുക്കെ എല്ലാം തുപ്പാൻ വേണ്ടി തുടങ്ങും. അതുകൊണ്ട് കുറുക്ക് കൊടുക്കൽ ഒരു വലിയ ചടങ്ങാണ് വീട്ടിൽ. വളരെ ഏർലി ഡേയ്സിൽ തന്നെ വിക്കിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കളിയാണ് ഇങ്ങനെ കണ്ണാടിയിൽ നോക്കുന്നത്. കണ്ണാടിയിൽ നോക്കി അവളെ തന്നെ കാണാനായിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ വേറെ കുട്ടികളുടെ വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അവളെ തന്നെയാണ് കാണുന്നതെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആവും ആൾ. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും കണ്ണാടിയുടെ മുമ്പിലുള്ള എന്തെങ്കിലും കളികളോ എന്തെങ്കിലും കോപ്രായങ്ങളൊക്കെ ഞങ്ങൾ എല്ലാ ദിവസവും ചെയ്യാറുണ്ട്. അപ്പോൾ വിക്കീനെ ജസ്റ്റ് ഡയപ്പർ മാറ്റി കഴിഞ്ഞിട്ട് ബാക്കി ഡ്രസ്സൊക്കെ ഇടിപ്പിക്കാൻ വേണ്ടി ജോബിയുടെ അടുത്താണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പോയി ബാക്കി ഞാനും റെഡിയായി, ജോബിയും റെഡിയായി. ഞങ്ങളപ്പോൾ പുറത്തു പോകാൻ സെറ്റായി. നമ്മളിപ്പോൾ ഫസ്റ്റ് പോകുന്നത് വിക്കിക്ക് ഒരു പ്ലേ ഡേറ്റ് ഉണ്ട്. അപ്പോൾ വിക്കിയുടെ സെയിം ഏജിലുള്ള ഒരു കുട്ടി നമ്മുടെ ഫ്രണ്ടിനുണ്ട്, അക്കു. അപ്പോൾ അവൻ വിക്കിനേക്കാളും 2 വീക്സ് യങ്ങറാണ്. അപ്പോൾ അവർ തമ്മിൽ ഒന്ന് കളിക്കാനും മിങ്കിൾ ചെയ്യാനും വേണ്ടിയിട്ട് പ്ലേ ഡേറ്റിനാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വിക്കി എഴുന്നേറ്റിരുന്ന സമയത്തെല്ലാം അക്കു ഉറങ്ങും, അക്കു എഴുന്നേറ്റിരുന്ന സമയത്തെല്ലാം വിക്കി ഉറങ്ങുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്ലേ ഒന്നും നടന്നില്ല, അവരങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചൊന്നുമില്ല. മാത്രമല്ല തീരെ കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ അതുകൊണ്ട് അവർക്ക് മൊത്തത്തിലൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു. അല്ലാണ്ട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കളിക്കലും പരിപാടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ കുഞ്ഞുങ്ങൾ തമ്മിലുള്ള മൊമെൻറ്റ്സ് ഭയങ്കര ക്യൂട്ടായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ഞങ്ങളുടെ ഒപ്പം തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സായിട്ടുള്ള ജോണും ന്യൂമോളും ഉണ്ടായിരുന്നു. കാരണം അക്കുവിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അവരുടെയും വീട്. അപ്പോൾ അവരും കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും, അവർക്കും ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അതിന് പോയി. ഞങ്ങൾക്കും ഷോപ്പിംഗ് ഉണ്ട്, അപ്പോൾ അതിന് പോയി. അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഒരു ഫുട്ബോൾ പരിപാടി ഉണ്ടായിരുന്നു, അതിനു വേണ്ടി പിന്നെ മീറ്റ് ചെയ്തു. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ബൈ വീക്ക്ലി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ 2 ആഴ്ച കൂടുമ്പോഴാണ് യൂഷ്വലി മെയിനായിട്ടുള്ള ഷോപ്പിംഗ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ ഈ ഷോപ്പിംഗ് നമുക്ക് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ നടത്തണം. ഇതാണ് ഞങ്ങളുടെ അടുത്തുള്ള ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്. പിന്നെ ഞങ്ങൾ കൗഫ്ലൻഡിൽ പോകും. കൗഫ്ലൻഡിൽ നിന്നാണ് ഞങ്ങൾ മെയിനായിട്ടുള്ള മീറ്റും ഫിഷും സാധനങ്ങളൊക്കെ മേടിക്കുന്നത്, പച്ചക്കറികളൊക്കെ. അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ എടയ്ക്കയിലും പോകും. എടയ്ക്കയിൽ നിന്നാണ് ഞാൻ കൂടുതലും ഫ്രൂട്ട്സ് മേടിക്കുന്നത്. കാരണം അവിടെ കുറച്ചും കൂടെ വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്.
ബൈ വീക്ക്ലി പർച്ചേസ് ചെയ്യുമ്പോഴെല്ലാം ഏകദേശം ആ 2 ആഴ്ചത്തേക്ക് ഞാൻ എന്തൊക്കെ ഫുഡാണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കുന്നതെന്നുള്ള ഒരു പ്ലാൻ ഏകദേശം ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഫുഡ് പ്രിപ്പയർ ചെയ്യാറ്. പിന്നെ നാട്ടിലത്തെ പോലെ 3 നേരം ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രാക്ടീസ് ഞങ്ങൾക്കില്ല. ഞങ്ങൾ യൂഷ്വലി 2 നേരമാണ് ഭക്ഷണം കഴിക്കാറുള്ളൂ. പിന്നെ ഞങ്ങളുടെ ഇടയ്ക്കുള്ള ചായ കുടിക്കുക, സ്നാക്സ് കഴിക്കുക, അങ്ങനത്തെ ഒരു ഹാബിറ്റ് ഞങ്ങൾക്കില്ല. പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ക്രേവിങ്സ് വരുമ്പോഴത്തേക്കും കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഞാൻ ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ യൂഷ്വലി ബൈ വീക്ക്ലിയിൽ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്നുള്ളത്, ഞാൻ എങ്ങനെയാണ് മീൽ പ്രിപ്പ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന് വേണ്ടിയിട്ടും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഇടാം കേട്ടോ. ഒരു സ്നാക്ക് ഉണ്ടാക്കാം, ഹെൽത്തി സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓൾ ദ ഹെൽത്തി സാധനങ്ങൾ. കൗഫ്ലാൻഡിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ആൽക്കഹോളൊക്കെ ആണെങ്കിലും മേടിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ആൽക്കഹോളിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ജൂബി കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നേരെ എടുത്ത് വെച്ചിട്ട് ഇനി നമ്മൾ അടുത്ത് പോകുന്നത് എടയ്ക്കയിലേക്കാണ്. എടയ്ക്കയിൽ കുറച്ചും കൂടെ നല്ല ഫ്രൂട്ട്സും അതുപോലെ തന്നെ കുറച്ച് നല്ല മഷ്റൂംസും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഞങ്ങളെപ്പോഴും എടയ്ക്കയിലാണ് പോകുന്നത്. പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ എടയ്ക്ക കുറച്ചും കൂടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ സെലക്ഷനൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം എക്സോട്ടിക് ആയിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ സെലക്ഷനും ഞാനിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ബാംഗ്ലൂർ ഡേയ്സിൽ കൽപ്പന പറയുന്ന മത്തങ്ങ പോലുള്ള തക്കാളി. പക്ഷേ ഈ തക്കാളി വെച്ചിട്ട് ഞാൻ ഇതുവരെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ സാൻഡ്വിച്ചിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള തക്കാളി തന്നെയാണ്. പിന്നെ ഈ ഏരിയയിലായിട്ട് ഞാൻ നല്ല മഷ്റൂം സെക്ഷൻ കണ്ടു. വെറൈറ്റി മഷ്റൂംസ് ഉണ്ടായിരുന്നു, ഓയിസ്റ്റർ മഷ്റൂംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാനിത് മേടിച്ചിട്ട് ഒരു പാസ്ത ഡിഷും അതുപോലെ തന്നെ ഒരു സ്റ്റേക്കിൻ്റെ ഒരു ഡിഷൊക്കെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് നൈസ്. പിന്നെ യൂഷ്വലി മേടിക്കാത്ത സാധനങ്ങളൊക്കെ മേടിക്കുമ്പോഴത്തേക്കും ജോബി എൻ്റെ അടുത്ത് ചോദിക്കും ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത്. ജോബിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ഞാനത് ഉപയോഗിക്കുക എന്നുള്ളതിൽ. പക്ഷേ റിമാർക്കബിളായിട്ട് ഈ പ്രാവശ്യം മേടിച്ച എല്ലാ സാധനവും ഞാൻ കറക്റ്റായി എല്ലാം കുക്ക് ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ കിട്ടുന്നതാണ് മുള്ളം വെള്ളരി, നമ്മുടെ നാട്ടിലത്തെ മോഡൽ വെള്ളരിക്ക. അത് വെച്ചിട്ട് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് പപ്പ എപ്പോഴും തന്നെ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നൊരു സാലഡ് സാധനമാണ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ ആ വെള്ളരിക്ക മേടിക്കാറുണ്ട്. കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷെ എന്നാലും ഞാൻ മേടിക്കാറുണ്ട്. ഞാൻ പുറകെ വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും ജോബി സാധനങ്ങളൊക്കെ വണ്ടിയിൽ ഓൾറെഡി കയറ്റി വെച്ച് വിക്കിക്ക് ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നേരെ ഫുട്ബോളിൻ്റെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് പോകാം. ഫുട്ബോൾ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂറോപ്യൻ ഫുട്ബോൾ ടൂർണമെൻറ്റ് ബെർലിനിലായിരുന്നു ഒന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കൊമ്പൻസ് FC ആയിരുന്നു അത് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോകണമെന്ന് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. അത് മാത്രമല്ല നിലയുടെ, അതായത് ജോബിയുടെ റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള നിലയുടെ സ്പോൺസർഷിപ്പിലുള്ള ടീമും അതിൻ്റെ അകത്ത് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് കളി എവിടം വരെ ആയി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും കളിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞങ്ങൾ കറക്റ്റ് ചെന്ന സമയത്തായിരുന്നു വിന്നേഴ്സിന് ട്രോഫിയൊക്കെ കൊടുക്കുന്ന ടൈം. ആൻഡ് വളരെ അധികം സന്തോഷത്തോടു കൂടി ഞങ്ങൾ മനസ്സിലാക്കിയത് നമ്മുടെ ടീമാണ് ജയിച്ചതെന്നുള്ളത്. അതായത് നില സ്പോൺസർ ചെയ്യുന്ന ഹാംബുർഗ് FC ടീമാണ് അന്ന് കപ്പ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് നേരെ നമ്മൾ നിലയിലേക്കാണ് പോയത്. അപ്പോൾ നമ്മുടെ ഹാംബുർഗ് FCയുടെ ടീമും നിലയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ സെലിബ്രേഷൻ്റെ പാർട്ടായിട്ട്. അപ്പോൾ നമ്മൾ നേരെ കടയിലേക്ക് പോയി. ഇതിന് മുമ്പായിട്ട് നമ്മുടെ 2 ഫ്രണ്ട്സ് മാരത്തൺ ഓടാൻ പോയിട്ടുണ്ടായിരുന്നു. അവർ ചിയർ ചെയ്യാൻ വേണ്ടി പോകണമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ അവർ പെട്ടെന്ന് മാരത്തൺ ഓടി തീർത്തത് കൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ നേരെ നിലയിലേക്ക് പോയി. അപ്പോൾ ഈ നിൽക്കുന്ന ഈ മനുഷ്യനെ കണ്ടു, നീല ടീഷർട്ട് ഇട്ട് അതിക്കടെ വർത്താൻ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്, അതാണ് നിലയുടെ മറ്റ് പാർട്ട്ണർ
ഓണർ. അപ്പോൾ മെൽവിനാണ് ഈ കടയിൽ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതും ഓൾ ഇൻ ഓളായിട്ട് നിൽക്കുന്നതും എല്ലാം. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ബിരിയാണി കഴിച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് മന്തി കഴിച്ചു. അപ്പോൾ മന്തി നിലയിലുള്ളത് നമുക്ക് വീക്കെൻഡ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ അടിപൊളി മന്തിയാണ്. വായിൽ വെള്ളം വരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വയറ് നിറച്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അവരുടെ മറ്റേ കപ്പ് വിൻ ചെയ്തതിൻ്റെ സെലിബ്രേഷനിൽ ഞാനും പങ്കുകൊണ്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ കെഫ് ചാമ്പ്യൻഷിപ്പിൻ്റെ വിന്നേഴ്സ്. അതായത് കേരള യൂറോപ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ വിന്നേഴ്സ്. ഇപ്രാവശ്യത്തെ 2025 വിന്നേഴ്സായിട്ടുള്ള നമ്മുടെ ഹാംബുർഗ് ടീം. അവർ വളരെയധികം ഹാപ്പി ആയിരുന്നു. നിലയിലൊക്കെ വന്നു, ഫുഡൊക്കെ കഴിച്ചു, സെലിബ്രേറ്റൊക്കെ ചെയ്തിട്ട് അവർ നേരെ ഹാംബുർഗിലേക്ക് വിട്ടു. ഞങ്ങളും അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നു. കാരണം അത്യാവശ്യം ഒരു ലോങ് ഡേ ആയിരുന്നു. ഞങ്ങൾക്ക് അത് ഭയങ്കര എക്സ്ട്രീംലി ലോങ് ഡേ ആവാൻ അങ്ങനെ ഒരു ഫീലിംഗ് വരാനുള്ള റീസൺ എന്താ വെച്ചാൽ ഞങ്ങൾ ബെർലിൻ്റെ ഒരു കോർണറത്തായിട്ടാണ് താമസിക്കുന്നത്. ബാക്കി ഈ സംഭവങ്ങൾ നടക്കുന്നതൊക്കെ ബാക്കിയുള്ള അതായത് സെൻട്രലായിട്ടും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് കോർണറിലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ട്രാവൽ തന്നെ വെച്ചിട്ട് അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആണ്. നേരെ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വിക്കീനെ ഫ്രഷനപ്പ് ആക്കി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവളെ നേരെ ഉറക്കാൻ വേണ്ടി കിടത്തി. അപ്പോൾ എനിക്ക് അവളെ ഉറക്കാൻ വേണ്ടിയിട്ട് കിടക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവളെ നേരെ കട്ടിലേക്ക് കിടത്തിയിട്ട് ജോബിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ജോബിയാണ് അവളുടെ അടുത്ത് കിടന്ന് അവളെ കളിപ്പിക്കുകയൊക്കെ ചെയ്ത് ലേറ്റർ ഓൺ അവളെ ഉറക്കിയതും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ജോബിയും കിടന്നുറങ്ങിപ്പോയായിരുന്നു. അന്ന് ജോബിക്കും അത്യാവശ്യം ടയർഡായിട്ടുള്ളൊരു ദിവസമായിരുന്നു. പക്ഷേ ഞങ്ങൾ മേടിച്ച സാധനങ്ങളും അതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കാനുള്ളത് കൊണ്ട് ഞാൻ പിന്നെ അടുക്കളയിലേക്ക് പോയി ബാക്കി പണികളൊക്കെ ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. സാധാരണഗതിയിൽ ഞങ്ങളുടെ ഈ ബൈ വീക്ക്ലി പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് അത് എടുത്തു വെക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ അതെല്ലാം സോർട്ട് ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ പാത്രം കഴുകുന്നതായിക്കോട്ടെ, എല്ലാം ഞാനും ജോബിയോട് ഒരുമിച്ചാണ് ചെയ്യാറ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്നൊരു ദിവസം അങ്ങനെ ജോബിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല. ജോബി ടയർഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ വിക്കിയും ടയർഡായിരുന്നു. രണ്ടുപേരോട് ഉറങ്ങിപ്പോയി. ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇത് ഭയങ്കര റയർലി സംഭവിക്കുന്നൊരു കാര്യമാണ്. ഇത് വിക്കിയുടെ രാത്രിയിലത്തേക്കുള്ള പാല് ഫിക്സ് ചെയ്ത് വെക്കുന്നതാണ്. അത് രാത്രി അവൾ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ കണ്ണടച്ചൊരൊറ്റ അലർച്ചയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ സമയത്ത് മിക്സ് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ച് ഡ്രമാറ്റിക് ആവും. അതുകൊണ്ട് അത് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ച് പെട്ടെന്ന് ഹാൻഡി ആയിട്ട് അത് എടുത്ത് വെച്ചിട്ടാണ് ഞങ്ങളെപ്പോഴും ഉറങ്ങാറ്. ഞാനവിടെ വന്നപ്പോഴത്തേക്കും ജോബി ഓൾറെഡി ടയർഡായിട്ട് കിടന്നുറങ്ങിയേക്കണേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ജോബിനെ വിളിക്കാനൊന്നും പോയില്ല. ബാക്കി ഇത് വിക്കിയുടെ കുപ്പി കഴുകിയതൊക്കെയാണ്. കുപ്പികൾ കഴുകിയതും അതെല്ലാം അറേഞ്ച് ചെയ്ത് എടുത്ത് വെച്ചു. ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് മറ്റേ നമ്മുടെ ടിഷ്യൂ പേപ്പർ അതെല്ലാം റീഫിൽ ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം റീഫിൽ ചെയ്ത് എടുത്ത് വെച്ചു. രണ്ടാമത്തെ ദിവസം തന്നെ ഞങ്ങൾക്ക് കുറേ പാക്കേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തു. അതിൻ്റെ അകത്ത് വിക്കിനെ കുളിപ്പിക്കാൻ വേണ്ടി അവൾ ഓൾറെഡി കുളിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ടബുണ്ടായിരുന്നു. അത് അത്ര ഒരു കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പുതിയൊരു ടബിൻ്റെ ഒരു സംഭവം മേടിച്ചു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്കത് കഴിഞ്ഞിട്ടുള്ള വീക്കെൻഡ് ഞങ്ങൾക്കൊരു ബർത്ത്ഡേ പരിപാടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിക്കിക്ക് ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾസോ വിക്കിക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെക്ക് ചെയ്ത് കാർഡ്ബോർഡ് ബോക്സസും കാര്യങ്ങളെല്ലാം സോർട്ട് ചെയ്ത് വെച്ചു. ഈ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒന്ന് കുളിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ ദിവസം കംപ്ലീറ്റായി.
ജസ്റ്റ് ഒരു മോയ്സ്ചറൈസിങ് ക്രീമും പിന്നെ ലിപ് ബാമുമാണ് ഒരു നൈറ്റ് റുട്ടീൻ എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ സപ്ലിമെൻറ്റ്സ് ഉണ്ട്, വൈറ്റമിൻ ഡിയും പിന്നെ മഗ്നീഷ്യം ഒക്കെ വെച്ചിട്ടുള്ള. ഇത് വിക്കിക്കുള്ള രാത്രിയിലത്തേക്കുള്ള ഫീഡിനുള്ള പാല് വെള്ളം കറക്റ്റ് ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അത് ഞങ്ങൾ ഫ്ലാസ്കിലാണ് എടുത്ത് വെക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആ ടെമ്പറേച്ചറിൽ ഇരിക്കുമ്പോഴത്തേക്കും നേരെ നമുക്ക് ഫോർമുല മിക്സ് ചെയ്തിട്ട് കൊടുത്തേച്ചാൽ മതിയല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. ഞാൻ പോകുന്നു. ബൈ.